ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് റഷ്യയിലേക്കൊന്ന് പോകാം. ഇപ്പോൾ വൈകിട്ട് 3 മണി എന്ന് ഞാൻ പറയുമ്പോൾ 3 മണി കഴിഞ്ഞാൽ 4 മണിയാകും, 4 മണി കഴിഞ്ഞാൽ 5 മണിയാകും. വൈകുന്നേരമാണ് ചായ കുടിക്കാനുള്ള പ്രവണത ഓരോരുത്തർക്കും ഉണ്ടാവും. 3 മണിക്ക് തന്നെ വൈകിട്ടത്തെ ചായ കുടിക്കുന്നവരുണ്ടാവും, 4 മണിക്ക് ചായ കുടിക്കുന്ന സമയമായി കണക്കാക്കിയിട്ടുള്ളവരുണ്ടാവും. ഒപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ ജോലികളിൽ ഏർപ്പെട്ടിട്ടുള്ള പ്രേക്ഷകരും ഉണ്ടാവും. റഷ്യയിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട കാര്യം, ജോലി സമയത്തെ ഇടവേളകൾക്കിടയിൽ ലൈംഗിക ബന്ധം പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള നിലയിലാണ്. ജോലി ചെയ്യുന്ന സ്ഥലത്താകട്ടെ മറ്റിടങ്ങളിലാകട്ടെ ഇടവേള കിട്ടുന്ന സമയങ്ങളിലൊക്കെ പരമാവധി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, അങ്ങനെയുള്ളൊരു ആഹ്വാനം ഒരു പക്ഷേ റഷ്യയിൽ നിന്ന് വന്നേക്കാം. മിനിസ്ട്രി ഓഫ് സെക്സ്, ലൈംഗിക മന്ത്രാലയം തുടങ്ങാൻ വേണ്ടി തീരുമാനത്തിലേക്ക് ഒരു നിവേദനം ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റിന്റെയും റഷ്യൻ ഫാമിലി പ്രൊട്ടക്ഷൻ സമിതിയുടെയും മുമ്പിൽ വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ജോലി സ്ഥലത്തും അടക്കം ഇടവേളകളുടെ സമയത്ത് പറ്റുമെങ്കിൽ പങ്കാളിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന ആഹ്വാനത്തിലേക്ക് റഷ്യ എത്തിച്ചേരുന്നത്? യുക്രൈനുമായിട്ടുള്ള നിരന്തര യുദ്ധത്തിലൂടെ റഷ്യൻ ജനതയുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നു. പൊതുവെ റഷ്യക്കാർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും അതേപോലെ ജനനിരക്ക് വർദ്ധിപ്പിക്കാനുമുള്ള ഒരു താല്പര്യക്കുറവ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആ രാജ്യത്തിൻ്റെ ജനസംഖ്യ വലിയ രീതിയിൽ കുറയാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് ജോലി സ്ഥലത്തെ ഇടവേളകൾക്കിടയിലും പറ്റുമെങ്കിൽ പങ്കാളിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊള്ളൂ എന്നുള്ള നിലയിലേക്കുള്ളൊരു ആഹ്വാനം വരുന്നത്. നേരത്തെ തന്നെ റഷ്യൻ പ്രസിഡന്റ് ആ രീതിയിലുള്ള ആഹ്വാനം നടത്തിയിരുന്നു. ഇപ്പോൾ അവിടുത്തെ മിനിസ്ട്രി ഓഫ് സെക്സ് എന്ന് പറയുന്ന മന്ത്രാലയം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് വന്നിരിക്കുന്ന റഷ്യൻ പാർലമെന്റിന് മുമ്പിൽ വന്നിരിക്കുന്ന ആ നിവേദനം പരിഗണിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാത്രി 10 മുതൽ പുലർച്ചെ 2 വരെ പരമാവധി ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തും ഇന്റർനെറ്റ് വിച്ഛേദിച്ചും പങ്കാളികൾ തമ്മിലുള്ള അടുപ്പം വർദ്ധിപ്പിക്കണം എന്നതടക്കമുള്ള ആഹ്വാനങ്ങൾ വരികയുമുണ്ടായി. അങ്ങനെ ലൈംഗിക മന്ത്രാലയം റഷ്യയിൽ വരുന്നു. റഷ്യയിൽ ജോലിസ്ഥലത്തെ ഇടവേളകൾ ആനന്ദകരമാക്കാൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നുള്ള നിലയിലേക്ക് ആ ആഹ്വാനം ഇനി പരന്നു വരാനും സാധ്യതയുണ്ട്. നമ്മളിവിടെ ചായ കുടിക്കുന്ന സമയമായതുകൊണ്ട് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് നായനാർ അമേരിക്കയിലെ വർദ്ധിച്ചു വരുന്ന ബലാത്സംഗങ്ങളെക്കുറിച്ച് പറഞ്ഞത് അവിടെയൊക്കെ ചായ കുടിക്കുന്നത് പോലെയാണല്ലോ അത് എന്ന് പറഞ്ഞതുകൊണ്ട് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുൻപ് വൈകിട്ട് 3 മണിയായതുകൊണ്ട് ഇതെല്ലാം സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ.